അവന് ചോറ് കൊടുക്കാൻ പറഞ്ഞ ചെവിയും പിടിക്കുന്ന അണിച്ചേറ്റ്. അയ്യോ പപ്പയ്ക്ക് ചോറിനാൻ സമ്മതിക്കില്ലല്ലോ പുണ്യാള. വേണോ വേണോന്ന് വേണോ? വീട്ടിൽ പോണോ? വീട്ടിൽ പോണോ? എന്തുട്ടെന്ന് വീട്ടിൽ പോണാ? കൊച്ചുണ്ടിയാ ആരത്? ചേട്ടനാരാ? ചേട്ടനാരാ? മിണ്ടാ എന്തെങ്കിലും? അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല നമസ്കാരം. സംഗതി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചേട്ടൻ്റെ പേര് തോമസ് മേനാച്ചേരി എന്നാണ്. പോട്ട ആശ്രമം ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിൽ ക്രൈസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് വലത്തോട്ടൊരു വഴി പോകണം. ഇവിടെയാണ് നമ്മുടെ ചേട്ടൻ്റെ വീട്. ഈ ചേട്ടൻ ഇപ്പോൾ ആകെ ഒരു ഭയങ്കരമായിട്ടൊരാളായിട്ട് പ്രണയത്തിലാണ്. ഈ ചേട്ടൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഇരിക്കുന്ന അതിഥി നമ്മുടെ തത്തമ്മ ആണ് നമ്മുടെ കഥാപാത്രം. തത്തമ്മയായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് സംഭവം. ഈ ചേട്ടൻ ഏത് കടയിലേക്ക് പോകുന്നുണ്ടോ തത്തമ്മ പറഞ്ഞ് തോളത്തിരിക്കും. തത്തമ്മ വന്ന് വർത്തമാനം പറയും. അങ്ങനെ ഭയങ്കര ആത്മബന്ധമാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ മൃഗങ്ങൾ പക്ഷികൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ മനുഷ്യനോട് ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേരാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ കുറച്ച് സമയം മതി. മിക്കവാറും ഇവറ്റകളുടെയൊക്കെ ദുരിതങ്ങളിലും മനുഷ്യൻ സഹായകമേകുമ്പോഴാണ് അവർ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്നത്. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങളുടെ ദുരിതങ്ങളിൽ സഹായിച്ച മനുഷ്യരെ ഈ മൃഗങ്ങളും പക്ഷികളും വളരെ ഓർമ്മയോടുകൂടി തന്നെ അവരോട് സ്നേഹമായിട്ട് പെരുമാറുന്ന കാഴ്ചകളും കഥകളും വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കഥയിലെ കഥാപാത്രം ഇവിടെ തത്തമ്മയാണെങ്കിൽ അതിൻ്റെ ആകെ ടോട്ടൽ മൊത്തം സ്നേഹം അനുഭവിക്കുന്ന ആൾ തോമസ് മേനാച്ചേരി എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒപ്പം തത്തമ്മ എന്ന് പറയുന്ന നമ്മുടെ ശൊങ്കനായിട്ടുള്ള നമ്മുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന ചേട്ടനെ കണ്ടുപരിചയമുണ്ടാവും. നമ്മുടെ സുന്ദരിക്കാവല ജംഗ്ഷനിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ചേട്ടനാണ്. തോമസ് മേനാച്ചേരി എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. നമ്മുടെ കോട്ട ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ക്രൈസ്റ്റ് ലൈൻ എന്നൊരു വഴിയുണ്ട്. ക്രൈസ്റ്റ് ലൈൻ അവിടേക്ക് ആ വഴിയിലൂടെ പോകുന്ന കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ വീട്ടിലെത്തും. എന്താ സംഭവിച്ചാൽ നമ്മുടെ അതിഥി എന്ന് പറയുന്നൊരു തത്തമ്മയാണ്. ഇത് ഈ ചേട്ടനുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. ഇവർക്കിത് കൊറോണ സമയത്ത് മറ്റോ ഇവിടെ വന്നതാണ്. അതിന് ഇത് വളരെയധികം വയ്യാണ്ടുള്ള സ്ഥിതിയിലായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതിനൊരു ശേഷിയായി കഴിഞ്ഞപ്പോൾ പറത്തി ഇതിന് വിട്ടു. പക്ഷേ ഇത് പോകുന്നില്ല. ഇപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെയാണ് ഈ തത്തമ്മ. നമുക്ക് ഈ തത്തമ്മയ്ക്കും ചേട്ടനുണ്ടായിട്ടുള്ള ഈ ആത്മബന്ധത്തെ പറ്റി ചോദിച്ചറിയാം. ചേട്ടാ, ഈ തത്തമ്മയുമായിട്ടുള്ള ഈ ബന്ധം എന്നിട്ട് ചേട്ടൻ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഇത് വരുന്നുണ്ടല്ലോ സംഭവം? ആള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വന്ന് കയറി വണ്ടി ഭരിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെത്താൻ ഇവിടെ ചുമലുമേ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. ആൾ എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ കൂടെ വരും. ചായ കുടിക്കാൻ പോകണമെങ്കിലും കടയിൽ പോകണമെങ്കിലും. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ ആൾ എൻ്റെ അടുത്ത് വരാൻ നോക്കും. അത് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകില്ല. പിന്നെ ആൾ ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ അകത്തേക്കൊക്കെ വന്ന് ഇപ്പോൾ അകത്ത് തന്നെയാണ് ആൾ താമസം. ഇതിപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? വന്ന് പെട്ടത് ഒരു ദിവസം വന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കിടെ ചിറകിനൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൃഗാശുപത്രിയിൽ പോയി മരുന്നൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഒരു 5-8 ദിവസം പൊടിയിരിക്കഞ്ഞൊക്കെ കുറുക്കി അതൊക്കെ ചാലിച്ച് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ റെഡിയാക്കി അങ്ങനെ. പിന്നെ നമ്മൾ ഇതിനെ പുറത്തേക്ക് പറത്തി വിടാൻ നോക്കി. പക്ഷെ അത് പോണില്ല. എന്താ കാരണം അതിന് അന്ന് ആ ചെറുകിനൊരു ചെറിയ പ്രശ്നം വന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇപ്പം എപ്പോഴും നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ആൾ. പിന്നെ ഇതേമാതിരി തന്നെ വിശാലമായിട്ട് ആൾ പറത്തി വിടണം. ആൾ പോവാൻ വരാൻ വാ. അപ്പോൾ ആൾ ഉറങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് ആൾക്ക് വലിയ ഉഷാറില്ല.